വാഹന ഗ്ലാസിലെ സേഫ്റ്റി ഗ്ലേസിംഗ് ഒട്ടിക്കുന്നത് നിയമലംഘനമാണോ? ഇപ്പോഴും ഈ കാര്യത്തിൽ പലർക്കും ആശയക്കുഴപ്പമാണ്. ഗ്ലേസിംഗ് ഒട്ടിക്കുന്നതിലെ പരിധി എന്ത്? കേരളം വിട്ടാൽ പിഴ ചുമത്തുമോ എന്നിങ്ങനെ സംശയങ്ങൾ ഏറെയാണ്. വാഹന ഗ്ലാസുകളിൽ സേഫ്റ്റി ഗ്ലേസിംഗ് നിയമലംഘനമല്ലെന്ന് വ്യക്തമാക്കി കേരള ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് 2024 സെപ്റ്റംബർ 10-നാണ്. 1989 കേന്ദ്ര മോട്ടോർ വെഹിക്കിൾ ചട്ടമനുസരിച്ച് 100-ൽ 2021 ഏപ്രിൽ 1-ന് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി കണക്കിലെടുത്തായിരുന്നു മാനദണ്ഡം പാലിച്ച് സേഫ്റ്റി ഗ്ലേസിംഗ് ആക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയത്. എന്നാൽ ഈ ഉത്തരവ് മറ്റു സംസ്ഥാനങ്ങൾ കണക്കിലെടുക്കുന്നില്ലെന്നും പരാതിയുണ്ട്. അത് നിയമപരമായും തെറ്റാണ്. വാഹനത്തിന്റെ മുൻപിൽ ഗ്ലാസുകളിൽ 70%, സൈഡ് ഗ്ലാസുകളിൽ 50% പ്രകാശം കടന്നു പോകുന്ന വിധം സേഫ്റ്റി ഗ്ലേസിംഗ് ആകാം. 2021 മുമ്പ് വരെ സേഫ്റ്റി ഗ്ലാസ് എന്ന് മാത്രമാണ് നിയമത്തിൽ പറഞ്ഞിരുന്നത്. ചട്ടഭേദഗതി കൊണ്ടുവന്നപ്പോൾ സേഫ്റ്റി ഗ്ലാസ് എന്നതിനൊപ്പം സേഫ്റ്റി ഗ്ലേസിംഗ് എന്നുകൂടി ചേർത്തു. ഇതോടെ പ്ലാസ്റ്റിക് കൊണ്ടുള്ള സേഫ്റ്റി ഗ്ലേസിംഗ് ഗ്ലാസുകളിൽ ഒട്ടിക്കാമെന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു. സേഫ്റ്റി ഗ്ലേസിംഗ് പ്ലാസ്റ്റിക് വാഹന ഉടമയ്ക്കും ഒട്ടിക്കാമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. എല്ലാത്തരം കാറുകൾക്കും ഇതുമാവാം. IS 2553/2019 എന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡാണ് ഈ കാര്യത്തിൽ പാലിക്കേണ്ടത്. നേരത്തെ വിലക്ക് വന്നത് ഇങ്ങനെ. അഭിഷേക് ഗോയങ്ക കേസിൽ 2012 സുപ്രീം കോടതിയാണ് വാഹന ഗ്ലാസുകളിൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്നത് വിലക്കിയത്. സേഫ്റ്റി ഗ്ലാസ് അല്ലാതെ മറ്റൊന്നും പാടില്ലെന്നാണ് നിയമത്തിൽ പറയുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഉത്തരവ്. പിന്നീട് പലരും സുപ്രീം കോടതിയെ സമീപിച്ചപ്പോഴും ചട്ടത്തിൽ ഭേദഗതി കൊണ്ടുവരേണ്ടത് നിയമനിർമ്മാതാക്കളാണെന്നും പറഞ്ഞ് മാറ്റം അനുവദിച്ചില്ല. എന്നാൽ 2021 ചട്ടഭേദഗതിയിലൂടെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്നതായി വിലയിരുത്തുന്നതായി സേഫ്റ്റി ഗ്ലേസിംഗ് ഒട്ടിക്കാമെന്ന് ഉത്തരവിൽ പറയുന്നു. പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തിൽ വ്യക്തത വരുത്തി ഏത് ഹൈക്കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവും രാജ്യത്തെല്ലായിടത്തും ബാധകമാണെന്നും സുപ്രീം കോടതി 2004 വ്യക്തമാക്കിയതാണ്. അതിനാൽ കേരള ഹൈക്കോടതി ഉത്തരവ് മറ്റു സംസ്ഥാനങ്ങൾക്ക് ബാധകമാണ്. എന്നാൽ ഈ ഉത്തരവിന് അടിസ്ഥാനത്തിൽ മറ്റു സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ ഭരണപരമായ ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടില്ലാത്തതിനാൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ പിഴ ചുമത്താൻ സാധ്യതയുമുണ്ട്. അതാത് സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതികളെ സമീപിക്കുകയേ ഇതിന് നിർവാഹമുള്ളൂ. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ സുപ്രീം കോടതിയോ ഈ കാര്യത്തിൽ വ്യക്തത വരുത്തി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കണം.